പൊളിക്കാനല്ല, റംബൂട്ടാൻ അച്ചാറിടണമെന്ന് അറിഞ്ഞൂടല്ലോ. എന്ന് വീഡിയോ എടുത്താലും ഈ കൂറ നൈറ്റിയാണ്. നീ എൻ്റെ എടുക്കുന്ന എന്തിനു മുറത്തന്നെയാണ് ആളുകൾ കൈയും. ആദ്യം നമ്മള് പാത്രം വെച്ചു. ഇനി നമ്മള് എണ്ണയില് എന്തൊരു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ പറ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇതാ തുള്ളിച്ചാടി വരുന്നുണ്ട്. അങ്ങനെ തുള്ളിച്ചാടി വരുന്നോണ്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. മുളകുണ്ടെങ്കിൽ മുളകും ഉണ്ടാകും. മുളകുണ്ടെങ്കിൽ മുളകും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാവർക്കും അച്ചാറിടാൻ അറിയാമായിരിക്കും. ആ രീതിയിൽ തന്നെയാണ് റംബൂട്ടാൻ അച്ചാർ ഇടുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അമ്മ മാങ്ങയൊക്കെ അച്ചാറിടുമ്പോൾ ഗ്രേവി ഇല്ലാതെ ഇടുന്നത് അല്ലേ അമ്മ? ചാറില്ലാതെ വറ്റിച്ചാണ് എനിക്ക് ഇഷ്ടത്തിന് ചാറുള്ള അച്ചാറാണ് നല്ലത്. അമ്മമ്മ എന്തൊരച്ചാറാണ് ഇടുന്നത്? എന്തൊരച്ചാറാണ് അമ്മമ്മ ഇടുന്നത്? എന്തൊരച്ചാറ്? റംബൂട്ടാൻ. കടുവൊക്കെ വറുക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരും. ആ മണം വരുന്നുണ്ട്. നമ്മളിതൊന്നും അമ്മ ആദ്യമായിട്ടിട്ട്. അമ്മ എങ്ങനെയാണ് ഈ റംബൂട്ടാൻ അച്ചാറ് പഠിച്ചത്? ചുമ്മാറങ്ങിട്ടേനാ? ചുമ്മാറങ്ങിട്ട് പണ്ടത്തോലെ ഇട്ട് നോക്കി. നമ്മൾ പണ്ട് അച്ചാറിടുന്നു. റംബൂട്ടാൻ അച്ചാർ ഇട്ടു പണ്ട്? ഇല്ല, വേറുള്ളത് ഇടുന്നോലെ ഇട്ടു. അന്ന് നമ്മൾ ചുമ്മാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് റംബൂട്ടാൻ അച്ചാർ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കഴിച്ച എല്ലാവരും പറഞ്ഞ് കൊള്ളാം. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചപ്പം അച്ചാർ ഇടണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ തിന്നത്. ഇപ്പം എന്നിട്ട് പിന്നെ കുറച്ചുണ്ടായിരുന്നു. അത് നമ്മൾ വെറുതെ ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ തന്നെ. ഇത്തവണ എന്തായാലും ഒരു അച്ചാർ ഇടുന്ന രീതിയിൽ ഇടാറുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉലുവപ്പൊടിയൊക്കെ മിക്സി പൊടിച്ച്. ഇനി മുളക് പൊടിയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇടാൻ പോണത്. അത് കഴിഞ്ഞ് അമ്മ അവിടെ ഉലുവാപ്പൊടിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഇടാം. ഇനി നമ്മൾ ഉലുവാപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കായപ്പൊടി. ഇനി അടുത്തത് കായപ്പൊടിയും കൂടെ ഇടാം. നേരത്തെ തന്നെ നമ്മൾ തോടെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്ന റംബൂട്ടാനാണ്. ഇതിൽ ഉപ്പൊന്നും ഇട്ടില്ല അല്ലേ അമ്മ? ഉപ്പിട്ടാ? ഉപ്പൊന്നും ഇടാതെ വെച്ചേക്കാണ്. റംബൂട്ടാൻ ഞാൻ ഇനി എടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ അമ്മ ഇതിലേക്ക് ഇട്ടു. ഇത് അത്യാവശ്യം പുളിയുള്ള റംബൂട്ടാനാണ്. അപ്പം അങ്ങനത്തെ എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേത് മധുരം മാത്രമേ കാണുള്ളൂ റംബൂട്ടാനിൽ. ഇതെന്തൊരു റംബൂട്ടാൻ? വരിക്കേ? കൂഴേ? ഇത് കൂഴ, മറ്റേത് വരിക്ക എന്നാണ് പറയുന്നത്. മധുരം മാത്രമുള്ളത് വരിക്ക, ഇത് കൂഴ. എന്തായാലും കൊള്ളും. അപ്പം അതായത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അമ്മ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേവി ആക്കി എടുക്കും. കുറച്ച് ഗ്രേവി ആക്കി
കുറച്ച് കിടന്നൊന്ന് റംബൂട്ടാനൊന്ന് ഇതാവണം. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അമ്മ ഉപ്പിടുമ്പോൾ സാധാരണ കൂടിപ്പോകാറാണ് പതിവ്. കുറച്ച് നേരം ഒന്ന് കിടന്നൊന്ന് സെറ്റ് ആവണം. ഇതിൻ്റെ കറികളെല്ലാം ഇതിലൊന്ന് പിടിച്ച് നല്ല ടേസ്റ്റ് ആവാണ്ട്. അപ്പം ഈ ഒരു ഇതൊക്കെ എത്തുമ്പോൾ നമുക്ക് നോക്കാം ഉപ്പുണ്ടോ എരിയുണ്ടോ എന്നൊക്കെ നോക്കാം. ഇതിപ്പം നല്ല കണ്ടിട്ട് മുട്ട ഇങ്ങനെ മുട്ടക്കറി കിടക്കുന്ന പോലെ തോന്നുന്നു. മുട്ട പുഴുങ്ങിയിട്ടേക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. ഇതാ കുറച്ച് നേരം ഇങ്ങനെ അമ്മ വെച്ചേക്കാണ്. ഇത് കുറച്ച് നേരം ഒന്ന് കിടന്ന് നല്ല സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കറിയെല്ലാം കുറച്ചൊന്ന് വറ്റി ഇതിലേക്ക് ആ ജ്യൂസ് ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു എന്താണ് ഈ എരിവും ഇതിൻ്റെ പുളിയും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഇതൊന്ന് സെറ്റ് ആവും കേട്ടോ. അപ്പം കഴിക്കണം. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ. നമ്മളിത് കഴിഞ്ഞ വർഷം റംബൂട്ടാൻ കഴിഞ്ഞ വർഷം നമുക്ക് പിടിച്ചില്ല. അതിന് മുന്നത്തെ പ്രാവശ്യം റംബൂട്ടാൻ ഉണ്ടായപ്പോൾ നമ്മൾ അച്ചാറിട്ട് കേട്ടോ. അപ്പം ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ നമ്മൾ ഈ വർഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതാ ഞാൻ വീണ്ടും വീണ്ടും വന്ന് റംബൂട്ടാൻ സെറ്റായോ എന്ന് നോക്കിയാണ് കേട്ടോ. അയ്യോ, എൻ്റെ ഫോണിപ്പം റംബൂട്ടാനിൽ ചെന്ന് വീണിപ്പം റംബൂട്ടാൻ ഫോണച്ചാറായന്. പിന്നെയും ടേസ്റ്റ് കയറുന്നു തിന്നാനും. ഒന്ന് രുചിച്ച് നോക്കണമെന്നുണ്ട്. ചൂട് കളർ കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് അച്ചാറിട്ട് ഇതിടെ ഉപ്പില്ലേ, ഇത് ഞാൻ തിന്നെടുത്തേണേ. അപ്പോഴേ സെറ്റായിട്ടുണ്ട് റംബൂട്ടാൻ അച്ചാറ്. ഒന്ന് ചൂട് പോകാനായിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഓ ചൂട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ ദിവസം ഇരിക്കുമ്പോൾ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ. ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഇട്ട് നോക്കും, അടിപൊളിയാണ്. ഈ റംബൂട്ടാൻ അച്ചാർ ഇതുവരെയും ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം അത്രയ്ക്ക് സൂപ്പറാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.